വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. മുക്കിടി കഞ്ഞി എന്ന് പറയും. പ്രസവരക്ഷയിൽ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കഞ്ഞിയാണിത്. അപ്പോൾ നമുക്കിത് വളരെ നല്ലതാണ്. ഇനി പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. ഈ കഞ്ഞിമരുന്നിൻ്റെ വേരാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വേര് വെച്ചിട്ടാണ് ഈ കഞ്ഞി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വേരുകൾ ഞാൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വട്ടിവേര്, കഞ്ഞിപ്പൗട്ട, പെരുവിൻ്റെ വേര്, പുത്തിരിച്ചുണ്ടയുടെ വേര്, കുറുന്തോട്ടി വേര്, ഓരില, മൂവില വേരൊക്കെ വേര് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേര് കഴുകിയിട്ട് അതിൻ്റെ തോലെല്ലാം പൊളിച്ചിട്ട് അത് ഉണക്കി പൊടിച്ച പൊടിയാണ്. അതിൽ തന്നെ മരുന്നിൻ്റെ അളവ് അനുസരിച്ചിട്ട് മല്ലി, മഞ്ഞൾ, ചുക്ക്, കുരുമുളക്, കടുക്, കക്കുംകായ ചിലർ കൂട്ടും, ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇതിലുപയോഗിക്കുക. ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കിട്ടുന്നവരുണ്ടെങ്കിൽ അളവ് ചോദിച്ചാൽ ഞാൻ നേരെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി പൊടിച്ച പൊടി നമ്മുടെ വൈദ്യശാലയിൽ നിന്ന് കിട്ടും. കർക്കിടക കഞ്ഞിയുടെ പൊടി ഉണ്ടോ ചോദിച്ചാൽ അവർ തരും, അല്ലെങ്കിൽ മുക്കിടി കഞ്ഞിയുടെ പൊടി ഉണ്ടോ ചോദിച്ചാൽ അവർ തരുന്നതാണ്. പിന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അരിയാണ്. ഇവിടെ ഉണങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിയാണ് ഈ കഞ്ഞി വെക്കാനായിട്ട് യൂസ് ചെയ്യുക. 1/2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഈ അരിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഉലുവ എപ്പോഴും പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് വയറിന്. പിന്നെ ഞാനിവിടെ വലിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ വലുതുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക, കാരണം തിളച്ച് മരുന്നൊക്കെ പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാം കൂടി ഉണക്കി പൊടിച്ച പൊടിയാണ് ഇത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട്, അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഈ ഒരു കഞ്ഞി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ഒഴിക്കരുത്, കാരണം ഇതിൽ തേങ്ങയൊക്കെ അരച്ച് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം, അതായത് നമ്മൾ നല്ല കുറുകിയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കിട്ടേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം. ജസ്റ്റ് ആ അരി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ വലിയൊരു തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ടുണ്ട്, ചിരവിയത്. ഇതിലോട്ട് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, പെരുവല്ല. അതിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. കുറച്ച് ചെറിയ ഉള്ളി കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു 50 ഗ്രാം മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരയണം. ഇനി വേണ്ടത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ്, ഇത് തൂമിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ചെറിയുള്ളി വേണം, ഒരു 100 ഗ്രാം ചെറിയുള്ളി വരെ നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. നന്നായിട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഞ്ഞി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കുറച്ചധികം ചെറിയുള്ളി എടുക്കുക. കഞ്ഞി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അരിയെല്ലാം പാക വേവായിട്ടുണ്ട് കേട്ടോ. നല്ല അതിൻ്റെ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റിൽ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ പാകത്തിന് വെള്ളം വെക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റി കിട്ടാൻ പിന്നെ പാടാവും. തേങ്ങയും കൂടെ അരച്ച് ഒഴിക്കുമ്പോൾ ഒരുപാടങ്ങ് നീണ്ടു പോവും, അങ്ങനെ പാടില്ല. നല്ല കുറുകിയിട്ടിരിക്കുമ്പോഴാണ് കഞ്ഞി കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പിന്നെ അത്യാവശ്യം തേങ്ങ അരക്കണം. തീരെ തേങ്ങ കുറവായിട്ട് അരക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല. എന്തായാലും നമ്മൾ മരുന്നല്ലേ, അപ്പോൾ നമ്മളങ്ങ് കഴിക്കുക. നല്ല ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിള പൊട്ടുന്നതോട് കൂടിയിട്ട് തന്നെ ഓഫ് ചെയ്യാവുന്ന രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങയും പാകത്തിന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കഞ്ഞി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, ഒരുപാട് അങ്ങ് ഇടേണ്ട ആവശ്യമില്ല.
പാകത്തിന് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുറവുണ്ട് തോന്നിയപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഞ്ഞൾപ്പൊടി വേണം, എങ്കിലാണ് വയറിന് നല്ലത്, അങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്യിൽ ഇതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് നെയ്യ് ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഉള്ളി തന്നെ എടുക്കുക. പിന്നെ നെയ്യാവുമ്പോഴും തന്നെ അത്യാവശ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ കഞ്ഞിക്ക് ടേസ്റ്റ് കൂടും. അത്രയും ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ നെയ്യാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ കൂടുതൽ വയറ്റിൽ പെടുത്തും അമ്മമാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നന്നായിട്ട് എടുത്തെങ്കിലേ ഉള്ളൂ കഞ്ഞി കൂടുതൽ ടേസ്റ്റും കിട്ടുള്ളൂ. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വൈദ്യശാലയിൽ പോയി ചോദിച്ചാൽ ഈ മരുന്നിൻ്റെ പൊടി കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുഞ്ഞു മക്കൾക്ക് കൊടുക്കരുത് കേട്ടോ, നിങ്ങളുടെ മറ്റേ അച്ഛനമ്മമാർക്കും അതുപോലെ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്